ഹലോ ഫ്രണ്ട്സ്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ മനു സ്വരാജ് രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത പടക്കളം എന്ന സിനിമ OTT റിലീസായിരിക്കുകയാണ്. അപ്പോൾ പടക്കളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആക്ടർ വിജയ് ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരു സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി കോമഡി എൻ്റർടൈനർ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ തുടക്കം തന്നെ ഇന്ദ്രജിത്തിൻ്റെ ശബ്ദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇന്ദ്രജിത്ത് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ കറണ്ട് ജനറേഷനിലേക്ക് വരുന്നു. കോളേജ് കാണിക്കുന്നു. അപ്പോൾ ആ കോളേജും ഇന്ദ്രജിത്ത് പറഞ്ഞ ആ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്താണ് ഈ സിനിമയുടെ കഥയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ നടക്കുന്ന ഒരു കോളേജിലാണ്. അത് ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതായത് സന്ദീപ് പ്രദീപ്, നമ്മുടെ ഫാലിമിയിൽ ബേസിലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ആ വ്യക്തി സന്ദീപ് പ്രദീപ്. പിന്നെ നമ്മുടെ കൊറോണ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള റീൽസ്, കോമഡി റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കോമഡി റീൽസൊക്കെ ചെയ്ത താരം അരുൺ പ്രദീപ്. പിന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലനട സിനിമയ്ക്കകത്ത് ബേസിലിൻ്റെ അനിയനായിട്ട് ചെയ്ത ആ നടൻ സാഫ്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പേര് കിട്ടിയത് സഫാൻ എന്നാണ്. അപ്പം ഇവർ 4 പേരാണ് ഒരു ടീം. അപ്പം അവർ കോളേജിലെ അവരുടെ ആ ജീവിതവും പിന്നെ അവർ ചെന്ന് ചാടുന്ന ഒരു പ്രശ്നവും ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുമാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ഷറഫുദ്ദീൻ. അപ്പോൾ ഷറഫുദ്ദീനെ സിനിമയിൽ കാണിക്കുന്ന സമയത്ത്, ഈ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏത് രീതിയിലുള്ള ആളാണ്, നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ള നമുക്ക് വിലയിരുത്താൻ പറ്റാത്ത രീതിയിലാണ് ക്യാരക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലയിടത്തും നമുക്ക് വിൻറ്റേജ് ദിലീപിൻ്റെ കുറച്ച് മാനർസങ്ങളും കാര്യങ്ങളൊക്കെ ഷറഫുദ്ദീനിൽ കാണാനായിട്ട് സാധിക്കും. ചില ചമ്മലുകൾ, അതുപോലെ തന്നെ ഞെട്ടുന്ന ചില സീക്വൻസുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ, നമുക്ക് പഴയ ദിലീപിൻ്റെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഷറഫുദ്ദീനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു ബോഡി ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കഥയുടെ ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസിഷൻ നടക്കുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ചില മാനറിസങ്ങൾ ഷറഫുദ്ദീൻ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അതും അദ്ദേഹം വളരെ നന്നായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കുറച്ച് നാളായി സുരാജ് വെഞ്ഞാറമൂട് നായക കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങൾ, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ട്രാക്ക് മാറി ഒരു കോമഡിയുടെ പഴയ സുരാജ് വെഞ്ഞാറമൂടിനെ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചിരിക്കാനുള്ള ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിരുന്നു. സന്ദീപ് പ്രദീപ്. ശരിക്കും സന്ദീപ് പ്രദീപാണ് ഇതിലൊരു മെയിൻ ലീഡ് റോള് ഇത് കൊടുത്തിരിക്കുന്നത് സന്ദീപ് പ്രദീപിനാണ്. അപ്പം നമ്മൾ ഫാലിമിയിലൊക്കെ കണ്ടതാണ്, ബേസിലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചതാണ്. അപ്പോൾ അതിലും കണ്ടതാണ് ഒരു ഹീറോയ്ക്ക് ഒരു ഹീറോയ്ക്ക് എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പം തീർച്ചയായും ഭാവിയിലേക്ക് നായക നടനായി വരാൻ ചാൻസ് ഉള്ള ഒരു നടനാണ് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഫസ്റ്റ് ഹാഫ് വരെ ഒരു പാവത്താൻ സെറ്റപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ബോഡി ട്രാൻസ്ലേഷൻ സംഭവിച്ച് കഴിഞ്ഞിട്ട് ഉള്ള സന്ദീപ് പ്രദീപിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. അപ്പം വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭാവിയിൽ സിനിമകളിലൊക്കെ നായകനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സന്ദീപ് പ്രദീപ്. അപ്പോൾ 2 മണിക്കൂർ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ തീർത്തും ബോറടിക്കാതെ കാണാൻ പറ്റിയ ഒരു കോമഡി എൻ്റർടൈനറായിട്ടാണ് എനിക്ക് തോന്നിയത്. തികച്ചും ഒരു ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാതെ കാണാൻ പറ്റിയ ഒത്തിരി കോമഡി ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യമുണ്ട്. സുരാജിൻ്റെ കോമഡികൾ, ഷറഫുദ്ദീൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ഫസ്റ്റ് ഹാഫിൽ സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് 2K കിഡ്സിൻ്റെ ഈ ഒരു വൈബ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടേതായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഗിയർ മാറി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം നമുക്ക് പടം ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാത്തവർ തീർച്ചയായും കാണുക. കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ്.